ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് മീഖാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ തിരുവചനം. ബെത്ലഹേം എഫ്രേത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്നും പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. യുഗങ്ങൾക്ക് മുൻപുള്ളവൻ, കൃത്യമായി പറഞ്ഞാൽ ആദിയിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം തൻ്റെ വചനത്താലും ശക്തിയാലും ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിനും മുൻപുള്ളവൻ. ഇസ്രായേൽ ജനത്തെയും ദൈവം തിരഞ്ഞെടുത്ത ജനത്തെയും ഭരിക്കേണ്ടവൻ യേശു നിന്നിൽ നിന്ന് പുറപ്പെടും എന്ന് യൂദാ രാജ്യത്തിലെ ഒരു ചെറിയ ഗ്രാമമായ ബെത്ലഹേമിനോട് ദൈവഹിതം മീഖാ പ്രവാചകനിലൂടെ അറിയിക്കുന്ന ദൈവം. ബെത്ലഹേമിനെ പോലെ എത്ര ചെറിയവരാണ് നാം ഓരോരുത്തരും എന്ന ബോധ്യം നമ്മിലുണ്ടെങ്കിൽ ഒരുപക്ഷെ ബെത്ലഹേമിൻ്റെ ഭാഗ്യം നമുക്കും തരും എന്ന് പ്രതീക്ഷിക്കാം. എന്ത് ഭാഗ്യമാണ് നമുക്ക് ലഭിക്കേണ്ടത്? ബെത്ലഹേമിൽ വന്ന് ജനിച്ച രക്ഷകൻ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളായ ബെത്ലഹേമിൽ വന്ന് ജനിക്കണം എന്ന ഭാഗ്യം. അതെ, താഴ്മയും എളിമയും നിറഞ്ഞ മാതാവിനെ ദൈവം തിരഞ്ഞെടുത്ത പോലെ നമ്മുടെ താഴ്മ സ്വന്തം മഹത്വം അഭിമാനമായി കാണാതെ, അങ്ങനെ കണ്ട് അതിൽ അഹങ്കരിക്കാതെ, മറ്റുള്ളവരുടെ കുറവുകളിലും വീഴ്ചകളിലും അവരെ ചേർത്ത് പിടിച്ച് സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ മുൻതൂക്കമുള്ള ഒരു മനസ്സിനുടമയായി. സങ്കീർത്തനക്കാരൻ്റെ വാക്കുകൾ സങ്കീർത്തനം 147:6 പറയുന്ന പോലെ, താഴ്മയുള്ളവരെ യഹോവ ഉയർത്തുന്നു എന്ന വചനം ഓർമ്മയിൽ നിർത്തുന്ന എളിമയുള്ള, ശാന്തതയും സ്വയത്തെ നിയന്ത്രിക്കുവാനും കഴിവുള്ള, എല്ലാവരോടും എപ്പോഴും സ്നേഹത്തിൽ മാത്രം പെരുമാറുന്ന, മറ്റുള്ളവരുടെ ക്രോധത്തിൽ പതറാത്ത മൃദുവായ ഹൃദയത്തിനുടമയാകുവാൻ, അങ്ങനെ ആ നല്ല താഴ്മയുള്ള നമ്മുടെ പ്രകൃതവുമായി ബെത്ലഹേം എഫ്രത്തായിൽ ദൈവത്തിന് മുന്നിൽ നിൽക്കുവാൻ, എളിമയുള്ള നമ്മുടെ മനസ്സുമായി ആ ബെത്ലഹേമിലെ പുൽത്തൊട്ടിലിൽ വന്നു കൂടിയിരിക്കുന്ന ആട്ടിടയരോടും ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടും ഇടപെടുവാൻ, അങ്ങനെ നമ്മുടെ താഴ്മ ദൈവം മുമ്പാകെയും നമ്മുടെ എളിമ മനുഷ്യ മുൻപാകെയും ധാരാളമായി പുറപ്പെടുവിക്കുവാൻ കർത്താവിൻ്റെ ജനപ്പെരുന്നാളിലേക്കുള്ള ഈ സഞ്ചാരത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം. ശരിക്കും ഇമ്മാനുവേൽ നമ്മുടെ ഹൃദയത്തിൽ വന്ന് ജനിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.